അടിപൊളി. ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടിപ്സ്. ഇന്ന് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിലിതാ നല്ല അടിപൊളി മന്തിയാണ് ഇരിക്കുന്നത്. നമുക്ക് വീട്ടിലൊക്കെ വളരെ പെട്ടെന്ന് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ മന്തിയുടെ റെസിപ്പി തന്നെ ചെയ്യാനൊരു സ്പെഷ്യൽ റീസൺ ഉണ്ട്. അജയ് ഇവിടെ വീട്ടിലൊരു ദിവസം ഞാൻ വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയതിൽ ഈ മന്തിയും കൂടെ ഉൾപ്പെട്ടിരുന്നു. അപ്പൊ മന്തി അവര് കഴിക്കുന്നത് കണ്ടിട്ട് മന്തിയുടെ നല്ല അയ്യോ എനിക്ക് കഴിക്കണം. സംസം മന്തി ഭയങ്കര ഇഷ്ടാ. അതിനെ പറ്റിക്കും. സോറി സംസം, നല്ല രസമുണ്ട്. എന്റെ മോനെ ചിക്കന്റെ പീസ് എടുത്ത് ഇതിന്റെ മുകളിൽ വെക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ മന്തിയുടെ. അടിപൊളിയായിട്ടുണ്ട്. അവരുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് സ്പെഷ്യൽ ആയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മന്തിയുടെ റെസിപ്പി ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഇന്ന് ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്, അതിനേക്കാളൊക്കെ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഈ ഒരു മന്തിയുടെ ഒരു ചെറിയ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചിക്കൻ്റെ സ്കിന്നുള്ള ചിക്കനാണ് എടുക്കാറല്ലേ. ഞാനിവിടെ സ്കിന്നില്ലാത്ത നമ്മൾ കറി പൊരിക്കാനൊക്കെ കൊണ്ടുവരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതുപോലത്തെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുഴിയൊന്നും വേണ്ട, കുക്കർ വേണ്ട, വേറെ പ്രൊസീജിയർ ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ നിങ്ങൾ കാണണം, ട്രൈ ചെയ്യണം. അത് മാത്രം പോരാ, നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ്സ് എന്താണോ അത് ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഈസി പീസി ഹോം മെയ്ഡ് മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. ഞാനിവിടെ 240 ml കപ്പിൽ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റൈസിൽ നിന്ന് വരുന്ന ഒരു വെള്ളപ്പൊടിയുണ്ട്. ആ വെള്ളപ്പൊടി പൂർണ്ണമായിട്ടും പോകുന്നത് വരെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/2 മണിക്കൂർ 1 മണിക്കൂർ പറ്റുകയാണെങ്കിൽ അത്രയും സമയം അത് കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അരി കുതിർക്കാൻ വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പൊരിക്കാനും കറി വയ്ക്കാനും ഒക്കെ എടുക്കുന്ന സ്കിന്നില്ലാത്ത മീഡിയം സൈസാക്കി കട്ട് ചെയ്ത ചിക്കൻ 1 കിലോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ചിക്കനിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി എരി ഉണ്ടാവില്ല, നല്ല കളറും കിട്ടും. അതിൻ്റെ കൂടെ പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് അറബിക് മസാല അല്ലെങ്കിൽ മന്തി മസാല 2 ടേബിൾ സ്പൂൺ. ഈ മന്തി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഒരു വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മാഗി ക്യൂബ്. 3 മാഗി ക്യൂബാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ ഞരടി പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ആ ചിക്കനിൽ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും, എല്ലായിടത്തേക്കും എത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അതിന് പകരം സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒറ്റിച്ചു കൊടുത്താൽ മതി. അവസാനമായിട്ട് ഞാനൊരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാനൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫുഡ് കളർ ചേർക്കേണ്ട ഒരാവശ്യമില്ല, ഇഷ്ടമുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിലേക്ക് ഒരു തരി പോലും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല.
അതായത് നമ്മുടെ മാഗി ക്യൂബിൽ അത്യാവശ്യം നല്ല ഉപ്പുള്ളത് കൊണ്ട് എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ പറ്റുകയാണെങ്കിൽ ചിക്കൻ മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത്രയും എണ്ണ എന്തായാലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എക്സ്ട്രാ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ ഏലക്ക, ഒരു കഷ്ണം പട്ട. അതിലേക്ക് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മന്തിയിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഡ്രൈഡ് ലെമൺ, ഉണക്ക നാരങ്ങ. ഈ ഉണക്ക നാരങ്ങൻ്റെ ടേസ്റ്റാണ് നമുക്ക് മന്തിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുന്നത്. അപ്പോൾ ഈ ഉണക്ക നാരങ്ങനെ ഹോളാക്കി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു പുളിയൊക്കെ പെട്ടെന്ന് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് കുത്തി കുത്തി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് തീയാക്കിയതിന് ശേഷം തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. നമ്മൾ നോർമൽ ചിക്കൻ വേവിക്കുന്ന പോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് വേവാവുന്നത് വരെ നമ്മൾ അതങ്ങനെ തന്നെ തീയിൽ വെക്കുക. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. സാധാരണ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വെന്തതിന് ശേഷം ആ അരീനെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം വയ്ക്കുക. വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ഉണക്ക നാരങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ സ്പൈസസ് എല്ലാം ഞാനിതിൽ നിന്ന് ഊറ്റി മാറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു ഉണക്ക നാരങ്ങ മാത്രം നമ്മുടെ ചിക്കനിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നിങ്ങൾ കറക്റ്റ് ഒരു വേവാക്കി എടുത്താൽ മാത്രം മതി. ഇത്രയും നമ്മൾ ആദ്യം 1 കപ്പ് എണ്ണയല്ലേ ചേർത്ത് കൊടുത്ത്, ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതിന് 1/2 കപ്പ് എണ്ണ ഞാനിങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ റൈസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 1-2 ടീസ്പൂൺ നമുക്ക് ഒറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചാർക്കോൾ കത്തിച്ച് ചൂടാക്കുന്നുണ്ട്. അരി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് മന്തിയുടെ ആ ഒരു അവസാന പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ അരി വേവിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്ന പോലെ കുറേ സമയം അടുപ്പിൽ വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അരി വേവിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഊറ്റിയെടുത്തിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചിക്കൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ റൈസ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം ഒരു പച്ചമുളക് മാജിക്കാണ് ചെയ്യാൻ പോകുന്നത്. പച്ചമുളകിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുക്കുക. ആ ആവിയിൽ അതിൻ്റെ എരിവ് ചെറുതായിട്ട് ആ റൈസിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ റൈസിന് 2 കളർ ലെയർ കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയതും കുറച്ച് റെഡ് ഫുഡ് കളറും എടുത്തിട്ട് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇതിലിങ്ങനെ ഒറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് 2 കളറിലുള്ള റൈസ് വിത്ത് വൈറ്റ് റൈസും കൂടെ വരുമ്പോൾ 3 കളറുള്ള റൈസായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ അവസാനമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചാർക്കോള് പുകച്ച് അതിൻ്റെ ആ ഒരു സ്മോക്കി സ്മെല്ല് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കത്തിച്ച ചാർക്കോളിലേക്ക് കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പുക വരും. അപ്പോൾ ആ പുക വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അങ്ങ് അടച്ച് പിടിക്കുക. ആ പുക പോകുന്നത് വരെ അടച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇത് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. എന്നിട്ട് ചാർക്കോളിൽ വെച്ചിട്ടുള്ള ആ ഒരു പാത്രം നമ്മൾ മാറ്റി പുറത്തേക്ക് വെച്ചതിന് ശേഷം വീണ്ടും ഈ ഒരു മന്തി അടച്ച് വെച്ച് 1/2 മണിക്കൂറെങ്കിലും അങ്ങനെ അങ്ങ് വെക്കുക. അപ്പോഴത്തേനും കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ മന്തി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അവസാനം നമുക്ക് കിട്ടുന്ന ആ മന്തിയുടെ ഒരു രൂപം എന്ന് പറയുന്നത്. പച്ച, ചുവപ്പ്, മഞ്ഞ, വൈറ്റ്, പിന്നെ ചിക്കൻ്റെ റെഡ് കളർ, എല്ലാ കളറും കൂടെ മിക്സായിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ. കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്.
അപ്പോൾ ഞാനിതാ ഈ മന്തി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽമണ്ട് ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് അത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്ത് അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. മന്തി കൂടെ റെഡിയാണ്. ആദ്യം ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് പറയാം. അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് മസാലകളൊന്നും നമ്മൾ യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഇഷ്ടമാവുന്ന ഉറപ്പാണ്. അപ്പോൾ നിങ്ങളും ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.